മികവുറ്റ രീതിയിൽ ഒരു ഹൊറർ സിനിമ എങ്ങനെ രൂപപ്പെടുത്തണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് രാഹുൽ സദാശിവൻ കഥയെഴുതി സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ ചിത്രം DS ഇറൈ. ശബ്ദവും നിശബ്ദതയും ചേരുംപടി സംയോജിപ്പിച്ച് 115 മിനിറ്റുകൾ പേടി അനുഭവിപ്പിക്കുന്ന മേക്കിംഗ് ബ്രില്യൻസ്. ഭൂതകാലത്തിൽ തുടങ്ങി ഭ്രമയുഗത്തിലൂടെ DS ഇറയിൽ എത്തുമ്പോൾ തനിക്ക് പ്രിയപ്പെട്ട ഹൊറർ ജോണർ എന്ന കെട്ടിടത്തിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന ഞെട്ടലിലാഴ്ത്തുന്ന ചില പുതിയ നിഗൂഢമുറകൾ പണിതീർക്കുകയാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ. കൊച്ചിയിലുള്ള കൺസ്ട്രക്ഷൻ സൈറ്റിലെ എഞ്ചിനീയറാണ് പ്രണവിന്റെ കഥാപാത്രം രോഹൻ. അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ അമേരിക്കയിലാണ്. പട്ടണത്തിലെ വലിയ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. ധാരാളം സുഹൃത്തുക്കളുമൊത്ത് ജീവിക്കുന്ന ആഘോഷിക്കുന്ന പ്രകൃതം. രോഹന്റെ ക്ലാസ്മേറ്റും സുഹൃത്തുമായിരുന്ന കനി ആത്മഹത്യ ചെയ്തുവെന്ന് സുഹൃത്തിൽ നിന്ന് രോഹൻ അറിയുന്നു. സുഹൃത്തിനൊപ്പം കനിയുടെ വീട് സന്ദർശിച്ച് സ്വന്തം വീട്ടിൽ തിരിച്ചെത്തുന്ന രോഹൻ നേരിടുന്ന അസാധാരണ സംഭവങ്ങളിലൂടെയാണ് കഥാസഞ്ചാരം. തുടർന്നുള്ള പേടിപ്പെടുത്തുന്ന കഥാമുഹൂർത്തങ്ങളും വേറിട്ട കഥാസന്ദർഭങ്ങളും തിയേറ്ററിൽ ആസ്വദിക്കുന്നതാണ് രസകരം. പ്രവചനാതീതമാണ് ചിത്രത്തിന്റെ കഥാസഞ്ചാരം. ഓരോ നിമിഷവും അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന ആകാംക്ഷ നിലനിർത്തുന്ന മേക്കിംഗ് സ്റ്റൈൽ. വിൻഡോ കർട്ടനുകളെ തട്ടി നീക്കി കാറ്റ് വീശുമ്പോഴും ചായക്കപ്പും സ്ഫടികപാത്രങ്ങളും വീണുടയുമ്പോഴും സിഗരറ്റ് കത്തിച്ച് വലിക്കുമ്പോൾ പോലും ഹൊറർ അനുഭവിപ്പിക്കാൻ പാകത്തിൽ ശബ്ദം ഡിസൈൻ ചെയ്തുവെന്നത് എടുത്തു പറയാതെ വയ്യ. ഇത്തരമൊരു സസ്പെൻസ് ചിത്രത്തിന്റെ ഹൊറർ മൂഡിന് തീ പിടിപ്പിക്കും വിധം പശ്ചാത്തല സംഗീതമൊരുക്കിയ ക്രിസ്റ്റോ സേവ്യറും ശബ്ദം ഡിസൈൻ ചെയ്ത ജയദേവൻ ചക്കടത്തും ശബ്ദമിശ്രണം ഗംഭീരമാക്കിയ MR രാജാകൃഷ്ണനും കയ്യടി നേടുന്ന കാഴ്ച. കണ്ടു പഴകിയ പ്രേത സിനിമകളിലെ സ്ഥിരം കാഴ്ചകളെയൊക്കെ കുഴിവെട്ടി മൂടി പകരം പേടിയുടെ പുത്തൻ ഉറവിടങ്ങളും അനുഭവങ്ങളും രീതികളും മലയാളത്തിന് പരിചയപ്പെടുത്തുന്ന മേക്കിംഗ് സ്റ്റൈലാണ് DS ഇറയിൽ. പറഞ്ഞു പേടിപ്പിക്കുന്നതിനപ്പുറം പേടി അനുഭവിപ്പിക്കുന്ന സീക്വൻസുകളും നിമിഷങ്ങളും സീനുകളും സിനിമയിൽ വേണ്ടുവോളമുണ്ട്. എവിടെയും സംഭവിക്കാവുന്ന ഒരു സാധാരണ കഥ അത് ലാഗടിപ്പിക്കുന്ന രീതിയിൽ വലിച്ചു നീട്ടാതെ കൃത്യമായി എഡിറ്റ് ചെയ്ത് അവതരിപ്പിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ്. ഷഫീഖ് മുഹമ്മദ് അലിയുടെ സൂക്ഷ്മതയുള്ള എഡിറ്റിംഗ് ചിത്രത്തിന്റെ അനുഭവ മുഹൂർത്തങ്ങളെ സമ്പന്നമാക്കുന്നു. ഹൊററിന്റെ രാഹുൽ സദാശിവൻ യൂണിവേഴ്സിൽ പ്രണവ് മോഹൻലാലിന്റെ അളന്നു കുറച്ച സ്വാഭാവിക ആക്ടിങ്ങിന്റെ നിമിഷങ്ങളാണ് ചിത്രത്തിലുടനീളം. രാഹുലിന്റെ ആദ്യ ചിത്രം ഭൂതകാലത്തിലെ അമ്മയും മകനും ആ പ്രേതഭവനവും ഇതിലും കടന്നു വരുന്നുണ്ട്. അതിന്റെ കണക്ഷൻ സിനിമ കണ്ടു തന്നെ അറിയണം. അന്താരാഷ്ട്ര തലത്തിൽ വിഖ്യാതമായ പ്രേത സിനിമകളിൽ സാധാരണ കാണാറുള്ള പല കാര്യങ്ങളും ഇതിലുമുണ്ടെങ്കിലും 1-2 സീനുകളിൽ ശരിക്കും ഞെട്ടാനുള്ള വക DS ഇറൈ കരുതി വെക്കുന്നുണ്ട്. ഭയം അനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ വികാര വിചാരങ്ങളിലൂടെ കടന്നു പോകുന്ന രാഹുലിന്റെ സ്ക്രിപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രണവ് എന്ന നടന്റെ അനാവശ്യ ബഹളങ്ങളില്ലാത്ത പെർഫോമൻസ് സിനിമയെ സസ്പെൻസ് ത്രില്ലറാക്കുന്നു. ചിത്രസൂത്രം സിനിമയിലെ ഫ്രെയിമുകളിലൂടെ ഛായാഗ്രഹണ രംഗത്ത് സ്ഥാനമുറപ്പിച്ച ഷെഹ്നാദ് ജലാലിന്റെ ക്യാമറ കാഴ്ചകളും DS ഇറൈ വേറിട്ട അനുഭവമാക്കുന്നു. DS ഇറൈ എന്നാൽ ഓർമ്മ ദിവസം. ചിത്രത്തിന്റെ ടൈറ്റിലിനുള്ള കഥയുമായുള്ള ബന്ധം സിനിമ കണ്ടു തന്നെ അറിയണം. പ്രതികാരദാഹിയായ പ്രേതത്തിന്റെ വിക്രിയകൾ ഭീതിജനകമാണ്. പല സന്ദർഭങ്ങളിലും നമ്മുടെ ഹൃദയ വിചാരങ്ങളെ പോലും സ്തംഭിപ്പിക്കുന്ന ഹൊറർ സീക്വൻസുകൾ തിയേറ്ററിനെ മരവിപ്പിലാഴ്ത്തുന്നുണ്ട്. ഭയം ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം ചുറ്റിപ്പടരുന്നുവെന്നും ഒരു നിഗൂഢ മരണം അയാളുടെ ചുറ്റുമുള്ളവരുടെ വൈകാരിക ഗ്രാഫിനെ എത്രമേൽ സ്വാധീനിക്കുന്നുവെന്നും സിനിമ പറയുന്നു. മറ്റുള്ളവരുടെ ലൈഫിനെ പറ്റി ചിലർക്ക് ചില വെളിപാടുകളും തോന്നലൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ തുറന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നതിനാൽ അവർ അത് മനസ്സിൽ ഒളിപ്പിക്കും. പക്ഷെ ചിലപ്പോൾ അത്തരം തോന്നലുകൾ പിന്നീട് സത്യമായി മാറുകയും ചെയ്യും. അത്തരം കാഴ്ചകളിലൂടെയും DS ഇറൈ കടന്നു പോകുന്നുണ്ട്. നടൻ ജിബിൻ ഗോപിനാഥ് അവതരിപ്പിക്കുന്ന മധു പോറ്റി എന്ന ആദ്യാവസാനമുള്ള കഥാപാത്രം പ്രണവിനൊപ്പം കഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ജിബിന്റെ അമ്മയായി വേഷമിട്ട മനോഹരി ജോയ്, കനിയുടെ വീട്ടിലെ വേലക്കാരിയെ വേഷമിട്ട ജയാക്കുറുപ്പ് എന്നിവർക്കൊപ്പം മലയാളത്തിലെ 2 യുവ നായക നടന്മാരും സർപ്രൈസ് വേഷങ്ങളിൽ എത്തുന്നുണ്ട്. എസ്തെറ്റിക് കുഞ്ഞമ്മ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്ഥാപകനും പടക്കളം, പൂക്കാലം തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതനുമായ അരുൺ അജുകുമാർ ചിത്രത്തിൽ നിർണായക വേഷത്തിലെത്തുന്നു. അരുണിന്റെ തനതായ വൈകാരിക പെർഫോമൻസ് തിയേറ്റർ വിട്ടിറങ്ങുമ്പോഴും പ്രേക്ഷകർക്കൊപ്പം കൂടുന്നുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണക് സേവ്യർ ഒരുക്കിയ പ്രോസ്തെറ്റിക് ഡിസൈൻ ചിത്രത്തിന്റെ സിനിമാറ്റിക് അനുഭവം ഭീതിതമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ആദ്യാവസാനം ഹൊററാണ്. സിനിമയുടെ മൂഡ് തന്നെ ഹൊററാണ്. പക്ഷെ അതിന്റെ അവതരണം വേറിട്ടതാണ്. കിടിലൻ സസ്പെൻസും DS ഇറയിലുണ്ട്. രക്തം തണുത്തുറയുന്ന ഞെട്ടലിലേക്ക് തള്ളി വീഴ്ത്തുന്ന ഒരു കിടിലൻ സസ്പെൻസ് ചിത്രത്തെ ഗ്രിപ്പിംഗ് ത്രില്ലറാക്കുന്നു. അപ്രതീക്ഷിത കഥാമുഹൂർത്തങ്ങളിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്ന കഥയിലെ ആ സസ്പെൻസ് തന്നെയാണ് DS ഇറയുടെ ഹൈലൈറ്റ്. സിനിമ കണ്ട് പേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പം വേറിട്ട രീതിയിൽ ഞെട്ടാനും പേടിക്കാനുമുള്ള വക സിനിമയിലുണ്ട്. ഓർക്കുക, 18 വയസ്സിന് മേലെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ സിനിമ. അത്തരത്തിലുള്ള കണ്ടന്റുകൾ സിനിമയിലുണ്ട്. കുട്ടികൾക്കുള്ള സിനിമയല്ല. ഭീതിയും വയലൻസും ഒക്കെയുള്ള ചില സീക്വൻസുകൾ ഉള്ളതിനാൽ ഗർഭിണികളും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരും 2 വട്ടം ആലോചിച്ച ശേഷം സിനിമ കാണാൻ ഇറങ്ങുന്നതാണ് ഉചിതം. പ്രണവിന്റെ സൈലന്റ് ആക്ടിംഗ് പെർഫോമൻസ് മലയാള തനിമയിൽ ഇന്റർനാഷണൽ നിലവാരമുള്ള ഹൊറർ സിനിമാറ്റിക് അനുഭവം. തുടക്കം മുതൽ ഒടുക്കം വരെയും ഹൊറർ മൂഡ് നിലനിർത്തുന്ന കഥ പറച്ചിൽ. ഭയം ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായി DS ഇറയ്ക്ക് ടിക്കറ്റ് എടുക്കാം.